5 മരണങ്ങൾക്ക് ശേഷം വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. അദ്ദേഹത്തിന് പുതിയൊരു പദവി നൽകുകയുണ്ടായി. പുതിയ DC പ്രസിഡന്റിനെയും പ്രഖ്യാപിച്ചു. അപ്പം ഈ ഇഷ്യൂ കോൺഗ്രസ് പരിഹരിച്ചതിനെയും ഒക്കെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? കോൺഗ്രസ് ഇത് ഇപ്പോഴെങ്കിലും പരിഹരിച്ചത് നന്നായി. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ പണം അടച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളത്. അതിലേക്ക് നയിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ മരണം നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിലാണ് ഈ 5 പേർ അവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം. മറ്റ് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ആ സ്ഥലങ്ങളിൽ മാത്രം എന്തോ പ്രത്യേകത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഒരു DCC ട്രഷറർ രാജിവെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിജയൻ എന്നാണ്, NM വിജയൻ. അപ്പോൾ അദ്ദേഹം രാജിവെച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും സങ്കടകരമായ കാര്യം, ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു. ആ മകനെ കൂടി അദ്ദേഹം മറ്റാർക്കും ബാധ്യതയാവണ്ട എന്ന് വിചാരിച്ച് മകന് കൂടി പോയിസൺ കൊടുത്തിട്ടാണ് ഈ NM വിജയൻ എന്ന് പറയുന്ന 50 കൊല്ലത്തിലധികം കോൺഗ്രസിൽ നിന്നിരുന്ന ഒരു മനുഷ്യൻ രാജിവെച്ചത്. ആ രാജിവെക്കുമ്പോൾ അദ്ദേഹം രാജിവെക്കാനുണ്ടായ സാഹചര്യം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് മറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന സൊസൈറ്റികളിൽ അഥവാ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന വിവിധ സഹകരണ ബാങ്കുകളിലൊക്കെ തന്നെ ജോലി കൊടുക്കാമെന്ന ആളുകളോട് പറഞ്ഞ് 5 ലക്ഷവും 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ വിധം മേടിച്ചു എന്നും അത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയായി ബാധ്യതയായി മാറിയെന്നും ഏറ്റവും ഒടുവിൽ ആ ബാധ്യത മുഴുവൻ NM വിജയൻ ഏറ്റെടുക്കേണ്ടി വന്നു എന്നും അദ്ദേഹം സ്വന്തം വീട് പണയപ്പെടുത്തിയൊക്കെ പോലും ആ ബാധ്യതകളിൽ കുറേ ആളുകൾക്ക് തിരിച്ചു കൊടുത്തു എന്നുള്ളതുമാണ്. അതിൽ ഷിബിലി കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാധ്യതക്ക് ഈ അപ്പോയിൻമെൻറ്റ് നടത്താമെന്ന് പറഞ്ഞാൽ ആളുകൾ പണം മേടിക്കുകയും പിന്നെ വേറെ ആളുകളോട് കാശ് മേടിച്ച് എന്ത് ചെയ്യുകയും ചെയ്തു. അപ്പോയിൻമെൻറ്റ് കൂടിയ കാശ് മേടിച്ച് അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിലിപ്പോൾ IC ബാലകൃഷ്ണൻ പ്രതിയാണ്, ഈ പറയുന്ന അപ്പച്ചൻ പ്രതിയാണ്, ND അപ്പച്ചൻ എന്നൊക്കെ പറയുന്ന ആൾക്ക് 76 വയസ്സുണ്ട് ഷിബിൽ. അപ്പോൾ അദ്ദേഹം പ്രതിയാണ്. ഇത്തരത്തിൽ നിരവധി ആളുകൾ അതിനകത്ത് പ്രതിയായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ലിസ്റ്റിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നതാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ NM വിജയൻ്റെ മകൻ്റെ ഭാര്യ അവർ കൂടി കൈഞ്ഞരമ്പ് കുറിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. ആ ഞരമ്പ് കുറിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇപ്പോൾ ഇത് വീണ്ടും ചൂട് പിടിച്ചത്. ആദ്യം ഇദ്ദേഹവുമായിട്ട് ഈ NM വിജയൻ്റെ കുടുംബവുമായിട്ടൊരു കരാറുണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം NM വിജയൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിട്ടാൽ വലിയ പ്രശ്നമാകും, കാരണം അതിൽ ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരാഴ്ച 2 ആഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, പാർട്ടിയോട് സംസാരിച്ചിട്ട് മതി എന്നുള്ളതാണ് പാവം NM വിജയൻ അപ്പോൾ പോലും മരിക്കുമ്പോൾ പോലും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കുട്ടികളിൽ നിന്ന് ഇവരോട് സംസാരിച്ചു. KPC പ്രസിഡന്റ് സുധാകരൻ എന്ത് ചെയ്തു, ഈ ലെറ്റർ കാണിച്ചു. ലെറ്റർ കാണിച്ചപ്പോൾ K സുധാകരൻ പറഞ്ഞു ഇതെല്ലാവരും പെട്ടെന്ന് പരിഹരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷവും പരിഹരിച്ചില്ല. അപ്പോൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ KPCC എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 57-58 ലക്ഷം രൂപ അടച്ച ആ പരിപാടി ഒരു ബാങ്കിലെ കടം മൊത്തം തീർത്തു. അതിനു മുമ്പ് ഏതാണ്ട് 20 ലക്ഷം കൊടുത്തിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 90 ലക്ഷം 95 ലക്ഷം 1 കോടി രൂപ എടുത്ത് ഇപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് കൊടുത്ത് അവരുടെ ഏതാണ്ട് കടങ്ങളൊക്കെ തീർത്തു. അപ്പോൾ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ, ഇതിന് ശേഷം ആ മറ്റേ പെൺകുട്ടി വന്ന് പറയുന്നത്, അതായത് മകൻ്റെ ഭാര്യ തന്നെ എന്ന് പറയുന്നത്, ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ 2 ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ്. ഈ NM വിജയൻ്റെ മകൻ്റെ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ 1.5 ലക്ഷം രൂപ പോലും അവർ അടച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രശ്നം ഇത് സമയത്ത് ഇടപെടാത്തതെന്നാണ്. ഞാനതിന് KPCCയുടെ പ്രശ്നമൊന്നും പറയില്ല. കാരണം ഇപ്പോൾ സണ്ണി ജോസഫ് പുള്ളി വന്നിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. പുള്ളി പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ ആ പ്രശ്നം എന്ത് ചെയ്തു, പരിഹരിച്ചു. പക്ഷേ ഇത് വർഷങ്ങളായി വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അത് ചില ആളുകളുടെ പ്രശ്നങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന പോലെ അഴിമതിക്കാരും അതുപോലെ കുത്തിത്തിരിപ്പുകാരും ഒക്കെ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാമല്ലോ ഈ അവിടെ ഉണ്ടായിരുന്ന ഈ ND അപ്പച്ചനെയൊക്കെ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ഒരു വാക്കേറ്റം ഉണ്ടായി ഏതാണ്ട് കയ്യാങ്കളിയോളം എത്തിയിട്ടുള്ള ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ പേര് തങ്കച്ചൻ നാട്ടിയാണ്, അയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വീടിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് തോട്ടയും അതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ ലിക്കറും ഒക്കെ എന്ത് ചെയ്തു വെച്ചു. ഈ ലിക്കർ വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് അവിടെയൊക്കെ തന്നെ ഈ കർണാടകയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ലിക്കർ കൊണ്ടുവന്നിട്ട് കുറഞ്ഞ വിലക്ക് വിൽക്കുന്ന ലോബിയുണ്ട്. ആ ലിക്കറും തോട്ടയൊക്കെ വെച്ചു അത് കാറിൻ്റെ അടിയിൽ വെച്ചു. എന്നിട്ട് അയാൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് അയാളെ 15-16 ദിവസം ചെയ്യില്ല. കാര്യം ഇത് കള്ളക്കേസ് എടുക്കാൻ കാരണമായിട്ടുള്ള ഒരാൾ അദ്ദേഹമാണ്. ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ ദിവസം വീണ്ടും ആത്മഹത്യ ചെയ്തു. അതായത് ചതിയുടെ ഉള്ളിൽ തന്നെ ചതി പറ്റിയതുകൊണ്ട് പുള്ളി ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പം ഇത് നാണക്കേട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഴിമതി നടത്തിയ പണം ആളുകളോട് പിരിച്ച് ഈ NM വിജയൻ്റെ കയ്യിലെത്തുകയും പാർട്ടിയിലെത്തുകയും അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട പണം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ഷിബിലി ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മളിരിക്കുമ്പോൾ, അതായത് ഈ പണം എന്തിനാണ് പാർട്ടി എടുത്ത് ചെയ്യുന്നത്, തിരിച്ച്
കൊടുക്കുന്നത്. വേറെ വഴിയില്ല. കാരണം ആളുകളോടൊന്നും പിരിച്ചിട്ട് ഈ പണം കൊടുക്കാൻ പറ്റില്ല. അവരൊന്നും കാശ് തിരിച്ചു തരില്ല. കാരണം അങ്ങനെ കാശ് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അവർ ഈ പാർട്ടി വിട്ടിട്ടൊക്കെ പോകും, അല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിക്കും. ഇത് ഗവൺമെന്റ് ജോലിയോ മിലിറ്ററിയോ സൈന്യമോ ഒന്നും അല്ലല്ലോ ഷിപ്പില്ല. അവർ ഇത് വിട്ടിട്ട് എന്ത് ചെയ്യും? അടുത്ത പരിപാടിക്ക് വേറെ പാർട്ടിയിൽ ചെന്ന് ജോയിൻ ചെയ്ത് ചിലപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യും? ജയിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് KPCCക്ക് ഇപ്പോൾ ഇത് ഏറ്റെടുക്കേണ്ടി വന്നു. KPCC എന്ത് ചെയ്തു? പണം അടച്ചു. അതിൽ വലിയ ധാർമ്മികതയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും നീറി പുകഞ്ഞുകൊണ്ടിരുന്നാലേ വയനാട്ടിൽ വലിയ തോതിൽ പ്രശ്നം ഉണ്ടായത്. വയനാട് യഥാർത്ഥത്തിൽ ഷിബിലിയുടെ കാര്യം മനസ്സിലാക്കണം. കോഴിക്കോടേക്ക് വരുമ്പോൾ കഴിഞ്ഞ 25 കിലോമീറ്റർ MLA പോലും ഇല്ല. വയനാട്ടിൽ നിന്ന് കോൺഗ്രസിന് പിന്നെയും MLA ഉണ്ട്. ആകെ 3 സീറ്റേ ഉള്ളൂ അവിടെ. ആ 3 സീറ്റിൽ പോലും കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളുള്ള സീറ്റാണ്. അപ്പം അത്തരത്തിലുള്ള സീറ്റുകൾ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ NSS SNDPയുടെ സ്വാധീനമില്ലാതെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള 37 സീറ്റുകളിൽ ഏതാണ്ട് 4 മാത്രമേ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ. മനസ്സിലായി? തിരുവനന്തപുരം, കൊല്ലവും ഇതൊക്കെ എടുത്തു നോക്കിയാൽ. അപ്പോൾ അത്തരത്തിൽ വളരെ കുറഞ്ഞ സീറ്റുകളിലെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്തരം സീറ്റുകളിൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് വയനാട്. എന്നാൽ ബേസിക്കലി വയനാട് മണ്ഡലം തന്നെ വലിയ സാധ്യതയാണ്, നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ മുസ്ലിം ലീഗിന് വലിയ പ്രാതിനിധ്യമുണ്ട്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വലിയ വോട്ടിൽ ജയിക്കുന്നത്. കാരണം വയനാട് മണ്ഡലത്തിൻ്റെ തന്നെ പ്രത്യേകത അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വയനാട് ജില്ലയുടെയും പ്രത്യേകത അതാണ്. അപ്പം അത്തരത്തിലുള്ള സാധ്യതയുള്ള ഒരു സ്ഥലം കളഞ്ഞു കുളിക്കാതിരുന്നതിന് നന്ദി. ഇപ്പം തൽക്കാലം ഇത് എന്ത് ചെയ്ത് പോയി. ഈ ചെയ്തതിൽ ഞാനിപ്പോഴും പറയുന്നു ധാർമ്മികമായി വലിയ ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് KPCC എന്ത് ചെയ്തത്? ഈ തട്ടിച്ചെടുത്ത പണം എന്ത് ചെയ്തത്? തിരിച്ച് കൊടുത്തതെന്നൊക്കെ പറയുന്നത് വലിയ ചോദ്യമാണ്. ഇനിയിപ്പോൾ ആ ചോദ്യത്തിനൊന്നും അടിസ്ഥാനമില്ല. പക്ഷേ അത് ഇപ്പോഴെങ്കിലും തീർത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയാലേ യഥാർത്ഥത്തിൽ CPM വന്ന് ഈ പണം അടച്ച് ഞങ്ങളുടെ ബാധ്യതകൾ തീർത്ത് തന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്നുകൂടി ആ മറ്റേ കൈ ഞരം മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച സ്ത്രീ എന്ത് ചെയ്തിരുന്നു? പറഞ്ഞിരുന്നു. ആ കുട്ടി പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് വരെ നിവൃത്തിയില്ല പാവം, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് അടച്ച് തൽക്കാലം തീർത്തത്. ആദ്യം ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞാണ് ആ എഗ്രിമെൻറ്റ് വക്കീൽ ഓഫീസിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് T സിദ്ദിഖിൻ്റെ PA വന്ന് മേടിച്ചിട്ട് പോയി എന്ന് പറയുന്ന ആരോപണമുണ്ട്. ഇത്തരത്തിൽ നിരവധി ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതൊക്കെ പുറത്തെടുത്തിട്ടാൽ കോൺഗ്രസിന് തന്നെ കേരള തലത്തിൽ വലിയ നാണക്കേടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അപ്പച്ചൻ എന്ത് ചെയ്തു? രാജിവെച്ചു. പക്ഷെ രാജിവെച്ചത് മണിക്കൂറുകൾക്ക് ശേഷം വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അപ്പച്ചനെ AICCയിലേക്ക് കോപ്റ്റ് ചെയ്തു എന്നാണ്. അതായത് DC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. 76 വയസ്സുള്ള ND അപ്പച്ചനെ എന്നിട്ട് എന്ത് ചെയ്തു? മറ്റേ കൽപ്പറ്റ നഗരസഭ ചെയർമാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്താ? TJ ഐസക്. അദ്ദേഹത്തെ എന്ത് ചെയ്തു? പ്രസിഡന്റ് ആക്കി. പകരം എന്ത് ചെയ്തു? എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിഗംഭീരമായിട്ടുള്ള പുനഃസംഘടന എത്രയും പെട്ടെന്ന് നടത്തണം. ഇപ്പോൾ ഇവർ ഈ പ്രശ്നത്തിന് വളരെ ലേറ്റ് ആയിട്ടാണ് തീരുമാനം എടുത്തത്. അതുപോലെ പുനഃസംഘടന വൈകുന്നുണ്ട്. ഇതിനൊക്കെയുള്ള കാരണങ്ങൾ എന്താണ്? പുനഃസംഘടന വൈകുന്നതിന് എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബിലി, കോൺഗ്രസിലൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ്. ഉദാഹരണത്തിന് കോൺഗ്രസിൽ ഒരാൾ MLA ആയെന്ന് വിചാരിച്ചു, പിന്നെ അവൻ മരിക്കുന്നവരെ എന്തായിരിക്കും? MP ആയെന്ന് വിചാരിച്ചു, മാറിക്കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം കണ്ടിട്ടില്ല. ഇനി മാറിക്കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? കോൺഗ്രസിൽ അവരേതെങ്കിലും ശരിയായ നിലപാടെടുക്കണം. ഇപ്പം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് PT തോമസ് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് PT തോമസിന് മൂവാറ്റുപുഴയിൽ വന്നിട്ട് ഇവിടെ തൃക്കാക്കരയിൽ മത്സരിക്കേണ്ടി വന്നു. അല്ലാതെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടിട്ടും എന്ത് ചെയ്യേണ്ടി വരില്ല. കോൺഗ്രസിൽ ഒരു മാറ്റം സാധ്യമല്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാളെ മാറ്റിയിട്ട് വേറൊരാളെ വെക്കുമ്പോൾ അതിനേക്കാൾ വലിയ പാര അവിടെ ഉണ്ടാവും. കാരണം ആ കോൺഗ്രസിന് എപ്പോൾ എക്കാലത്തെയും പ്രശ്നം എന്ന് പറയുന്നത് ഒരു നേതാവാണ് പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ VD സതീശൻ പറവൂർ ജയിക്കുന്നത് VD സതീശൻ ആയതുകൊണ്ട് ജയിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ VD സതീശൻ അതിനുള്ളൊരു കൃത്യമായിട്ടൊരു ആൾബലവും കൃത്യമായിട്ടുള്ളൊരു സംഘടനാ സംവിധാനവും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. CPM പക്ഷേ ജയിക്കുന്നത് അങ്ങനെയല്ല. CPM ഇപ്പോൾ ധർമ്മടത്തുനിന്ന് പിണറായി ജയിക്കുന്നത് പിണറായി ആയതുകൊണ്ടല്ല ജയിക്കുന്നത്. ധർമ്മടത്ത് ആര് CPM നിർത്തിയാലും എന്ത് ചെയ്യും? ജയിക്കും. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ ബലം വളരെ കുറവാണ്. പകരം കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ അയാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് അവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ല ഉള്ളത്, ഓരോ സ്ഥലങ്ങളിലും ഓരോ MLA-മാരുടെ സംഘടനകളാണ് അവിടെ ഉള്ളത്. അതായത് മിക്ക സ്ഥലങ്ങളിലും. ഇപ്പോൾ PC വിശ്വനാഥ് എങ്ങനെ അവിടെ ജയിക്കുന്നു എന്ന് വെച്ചാൽ PC വിശ്വനാഥ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് പിണറായി ജയിക്കുന്നത്. CR മഹേഷ് അവിടെ ജയിച്ചത് CR മഹേഷ് തോറ്റതിന് ശേഷം 5 കൊല്ലവും അവിടെ ഗംഭീരമായി പണിയെടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റ് നിരവധി ആളുകൾ ഇപ്പോൾ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് പുതുപ്പള്ളിയിൽ ജയിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്ത് ഉമ്മൻചാണ്ടി എന്ത് ചെയ്തിരുന്നു? അവിടെ ബിൽഡപ്പ് ചെയ്തിരുന്നു. കോൺഗ്രസിനേക്കാൾ ഉപരി ഉമ്മൻചാണ്ടി ആയിരുന്നു അവിടെ അല്ല.
അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും ഞാൻ പറഞ്ഞ കോൺഗ്രസിന് ബലമില്ല എന്നുള്ളതല്ല, അനുഭാവികളായിട്ടുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകർ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു പാർട്ടി മെഷീനറി കൺസ്ട്രക്ട് ചെയ്യുന്നത് ആരെ കേന്ദ്രബിന്ദു ആയിക്കൊണ്ടാണ്? അവിടുത്തെ ഒരു നേതാവിനെ കേന്ദ്രബിന്ദു ആയിക്കൊണ്ടാണ്. അപ്പോൾ ആ നേതാവിനെ മാറ്റിയാൽ ആ മെഷീനറി അങ്ങനെ തന്നെ തകർന്നു പോവുകയും മറ്റ് പകരം വരുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള ഒരു മെഷീനറി ബിൽഡപ്പ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുകയും ചെയ്യും? തോക്കുകയും ചെയ്യും. മനസ്സിലായി? ഇപ്പൊ VD സതീശനെ മാറ്റിയിട്ട് വേറൊരാളായിട്ട് പറവൂര് പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ പറവൂര് ബേസിക്കലി ഷിബിലി അറിയേണ്ടത് അതൊരു CPM അല്ലെങ്കിൽ ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മണ്ഡലമാണ് അവിടെ. മനസ്സിലായോ? ഇപ്പൊ K ബാബു തൃപ്പൂണിത്തുറയിൽ നിരവധി വർഷങ്ങൾ ജയിച്ചിരുന്നു. പക്ഷെ അവിടെ അതിനു മുമ്പ് TK രാമകൃഷ്ണൻ പോലെയുള്ള ആളുകൾ നിരവധി തവണ ജയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ലെഫ്റ്റ് മണ്ഡലമാണ്. മനസ്സിലായോ? ലെഫ്റ്റ് ഒരു സ്വഭാവമുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. അപ്പൊ ഇപ്പൊ ആറ്റിങ്ങൽ അത്തരത്തിലുള്ളൊരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഇപ്പൊ നമ്മുടെ ഇയാൾ അടൂർ പ്രകാശ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു മാത്രം ജയിക്കുമെന്ന് പറഞ്ഞാൽ, കാരണം അടൂർ പ്രകാശിനെ എവിടേക്ക് കൊണ്ട് നിർത്തിയാലും അത്തരത്തിലുള്ള ഒരു മെഷീനറി ബിൽഡപ്പ് ചെയ്യാനുള്ള എന്തുണ്ട് സാധ്യതകളുണ്ട്. അപ്പൊ എറണാകുളം പക്ഷെ കോൺഗ്രസ് മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പൊ ഹൈബീഡിന് പകരം വിട്ട് വേറെ ആരെങ്കിലും ഇട്ടാലും എന്ത് ചെയ്യും? ജയിക്കും. അപ്പൊ അത്തരത്തിൽ ഓരോ മണ്ഡലത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ കോൺഗ്രസിനുള്ളത് 21 MLA-മാരായിരുന്നു. ഇപ്പൊ ഷാഫി പറമ്പിലും കൂടി മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി കൂട്ടിയിട്ട് 22 MLA-മാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഘടനാ സിസ്റ്റമാണ്. അത് കുറച്ചെങ്കിലും മാറ്റിക്കൊണ്ട് DK ശിവകുമാറൊക്കെ 1.5 കൊല്ലമെടുത്ത് കർണാടകത്തിൽ ഒരു സംഘടന ബിൽഡ് ചെയ്തത് പോലെ കൃത്യമായി എന്ത് ചെയ്യണം? കോൺഗ്രസ് ബിൽഡ് ചെയ്യണം. ആ ബിൽഡ് ചെയ്യണമെങ്കിൽ കോൺഗ്രസിന് ആദ്യം എന്ത് വേണം? ആദ്യം കോൺഗ്രസിന് വേണ്ടത് ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട്. ഓക്കെ, അത് കൂടാതെ ഇപ്പം 4 ഷാഫി പറമ്പിലും അതുപോലെ PC വിഷ്ണുനാഥും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മറ്റ് 2 അനിൽകുമാറും അതുപോലെ അടൂർ പ്രകാശ് ഇപ്പം എന്താണ് UDF കൺവീനറുമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈസ് പ്രസിഡന്റുമാരും അതുപോലെ ബാക്കിയുള്ളവരും ഉണ്ട്. പക്ഷെ ഇവർക്ക് ജനറൽ സെക്രട്ടറിമാരും അതുപോലെ മറ്റ് സെക്രട്ടറിമാരും അടക്കമുള്ള നിരവധി പോസ്റ്റുകൾ വേക്കൻ്റ് ആണ്. ആ പോസ്റ്റുകൾ ഫില്ല് ചെയ്യുകയും യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള DCC പ്രസിഡന്റുമാർ അവരെല്ലാവരെയും മാറ്റണമെന്നും എനിക്ക് അഭിപ്രായമില്ല. പല DCC പ്രസിഡന്റുമാരും അതിഗംഭീരമായി ഇപ്പം നിയമസഭയിലേക്കും അതുപോലെ തന്നെ ലോക്കൽ ബോഡീസിലേക്കൊക്കെയുള്ള വർക്ക് തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഒന്നുകൂടി എനർജൈസ് ചെയ്യാൻ, ഒന്നുകൂടി എന്തൂസിയാസ്റ്റിക് ആക്കാൻ സ്റ്റേറ്റ് ലെവലിൽ ഒരു വലിയ സിസ്റ്റം കൂടി ബിൽഡ് ചെയ്താൽ കൃത്യമായിട്ടത് നടക്കും. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ KCയും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ കൂടി ചെയ്യേണ്ടതാണ്. മനസ്സിലായി? VD സതീശനൊക്കെ കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ VD സതീശനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഒറ്റക്ക് നിന്ന് പണിയെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പുനഃസംഘടന വളരെ വളരെ അനിവാര്യമാകുകയാണ്. കോൺഗ്രസിൻ്റെ എക്കാലത്തുമുള്ള പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരിക്കലും ടൈംലി ഡിസിഷൻ എടുക്കുകയും അതെന്ത് ചെയ്യുകയും ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പം പല സ്റ്റേറ്റുകളും അങ്ങനെ തകർന്നു വേണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന വളരെ ജനപ്രിയനായ ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പഞ്ചാബിൽ. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് സിദ്ധുവിൻ്റെ വാക്കും കേട്ട് എന്ത് ചെയ്തത്? അവിടെ ചില കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്തത്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഞ്ചാബിൽ കോൺഗ്രസ് ഇല്ലാതായി. ഇവിടെ ഇപ്പോൾ ഷിബിലി അറിയേണ്ടത് NSS ഇല്ല, SNDP ഇല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതുപോലെയുള്ള സമുദായ സംഘടനകളില്ല. ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ സംഘടനകളിൽ മഹാഭൂരിപക്ഷവും CPM-നോട് അടുത്ത് നിൽക്കുന്നു. ഒരു വലിയ വിഭാഗം BJP-യോട് അടുക്കാൻ ആലോചിക്കുന്നു എന്നൊക്കെയുള്ള വലിയ ഇൻട്രോട്സ് വിള്ളൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ NSS-ന്റെ സുകുമാരൻ നായരെ ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിമർശനമുണ്ട്. ആ വിമർശനത്തിന് കോൺഗ്രസ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല, കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. നമ്മളൊരു പത്രക്കാരനും ചോദിച്ചിട്ടില്ല, മാധ്യമപ്രവർത്തകനും ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത എന്താണെന്നറിയോ? അതായത് കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം കളിയായിക്കൊണ്ട് പറയുന്നത് കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടായിരിക്കുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടായിരിക്കും, അവർക്ക് മൈനോറിറ്റി വോട്ടുകൾ മാത്രം മതിയായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് മുസ്ലിം. ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ ഷിബിലി? ഇന്നിപ്പോൾ സമസ്ത മറ്റേ അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ വിമർശനവുമായി രംഗത്തേക്ക് വന്നിട്ട് ഇത് ആരെ സഹായിക്കും? സമസ്ത അയ്യപ്പ സംഗമത്തിനെ വിമർശിച്ചാൽ നാച്ചുറലി അത് CPM-നെ സഹായിക്കും. CPM-ന് സന്തോഷമാകുന്നു. കാരണം എന്താ? സമസ്തയും കൂടി എന്ത് ചെയ്യുന്നു? അയ്യപ്പ സംഗമം നടത്തിയത് സർക്കാർ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സമസ്തക്കും ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ എതിരായിട്ടുള്ള ഒരു വലിയ വികാരം ഈ പറയുന്ന കുറച്ച് ആളുകളുടെ ഇടയിലെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. അവരാണല്ലോ കഴിഞ്ഞ തവണ BJP-ക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ 12 ലക്ഷം പേർ കൂടുതലായിട്ട് വോട്ട് ചെയ്തത്. ആ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളാണ്. എന്നാ ശരി, നമുക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? BJP-യിലേക്ക് പോകാതെ CPM-ലേക്ക് പോകും.
അപ്പോൾ ഇതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ടീം തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ടീം നല്ലത്. ഇപ്പോൾ ഷാഫി ആണെങ്കിലും അല്ലെങ്കിൽ PC വിശ്വനാഥ് ആണെങ്കിലും അല്ലെങ്കിൽ സണ്ണി ജോസഫ് സാർ ആണെങ്കിലും അല്ലെങ്കിൽ അനിൽകുമാർ ആണെങ്കിലും ഒക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്, അവർ വർക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷെ പ്രശ്നം അതുകൊണ്ട് മാത്രമാവില്ലല്ലോ ഷിബി. ഇത് വളരെ ഗംഭീരമായിട്ടുള്ള എന്ത് വേണം, ഒരു ടീം വേണം. അങ്ങനെയല്ലോ കേരളം മുഴുവൻ ഓടിയെത്താൻ പറ്റുന്ന, ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഓടിയെത്തേണ്ട സമയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 941 പഞ്ചായത്തിലും ഓടിയെത്തേണ്ട 23,000 വാർഡുകളിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. ആ സമയത്ത് ശരിക്കും കോൺഗ്രസ് ഇപ്പോൾ NSSന്റെ പ്രശ്നം, SNDPയുടെ പ്രശ്നം, ആഗോള അയ്യപ്പ സംഗമം, രാഹുൽ മാങ്കൂട്ടം, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ട് എന്ത് ചെയ്യാണ്. ഇനി ഇവരുടെ ഒന്നും വോട്ട് വേണ്ട, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ CPM അനുഭാവികളുടെ ഒക്കെ വോട്ട് കിട്ടിയാൽ പോലും ഇവിടെ ജയിക്കും. CPM അനുഭാവികളുടെ വോട്ട് കിട്ടിയിട്ട് കോൺഗ്രസിന് അടുത്ത തവണ ജയിക്കാൻ പറ്റും. എല്ലാ തവണ അങ്ങനെ തന്നെയാണ്. CPM അധികാരത്തിൽ വരും, അടുത്ത തവണ CPMനോടുള്ള അനിഷ്ടം കൊണ്ട് ആളുകൾ മാറ്റി ചെയ്യും. അങ്ങനെയാണ് ആന്റി ഇൻകുംബൻസിയുടെ ലെവലിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഒരു 20-25 സീറ്റുകളിൽ 140 നമ്മളുടെ ഒരു 25 സീറ്റുകളിൽ ആ വോട്ടുകൾ BJPക്ക് പോയാൽ കോൺഗ്രസ് അപകടത്തിലാവും. കാരണം കോൺഗ്രസ് സംബന്ധിച്ചുള്ള 22 സീറ്റാണ് ഉള്ളത്. കുറഞ്ഞത് 60 സീറ്റെങ്കിലും കോൺഗ്രസ് എത്തിയില്ലെങ്കിൽ അടുത്ത തവണ ഭരണത്തിലേക്ക് എത്താൻ പറ്റില്ല. പോട്ടെ 55 സീറ്റെങ്കിലും എത്തിയില്ലെങ്കിൽ ഒരു 15-20 സീറ്റ് നമുക്കൊരു ഹോപ്പ്ഫുള്ളി വിചാരിക്കും. ഒരു മുസ്ലിം ലീഗ് 20 സീറ്റ് പിടിക്കുമെന്ന് വിചാരിക്കാം. അങ്ങനെ 20 സീറ്റ് പിടിച്ചാൽ പോലും ഒരു 50-55 സീറ്റ് കോൺഗ്രസ് പിടിച്ചില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അധികാരത്തിലെത്തും. ആരാ പിന്നെ ജോസഫ് പിടിക്കുമോ 10 സീറ്റ്? പിന്നെ ആര് പിടിക്കും? ഏത് പാർട്ടി പിടിക്കും? RSP പിടിക്കുമോ മറ്റേ 10 സീറ്റ്? അത്ര സീറ്റ് അവർക്ക് മത്സരിക്കുന്നുണ്ടോ അവർ? അപ്പം വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു പുനഃസംഘടന ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് അടുത്ത പ്രശ്നം. പുനഃസംഘടനക്ക് ഒരാൾ എടുത്തു നോക്കുമ്പോൾ വേറെ ഗ്രൂപ്പുകാരെല്ലാം എതിരാവും. പക്ഷെ അത് നോക്കി നിന്നിട്ട് കാര്യമില്ല. കാരണം വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനെ വർക്ക് ചെയ്യലല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. ഇത് KC വേണുഗോപാലും VD സതീശനും ഈ പറയുന്ന പോലെ ബാക്കിയുള്ള വലിയ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മനസ്സിലാക്കണം എന്നാണ്. ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്തു പോകും? എത്ര മാസമുണ്ട് ഇനി ഷിബിലി തെരഞ്ഞെടുപ്പിൽ? 2 മാസം കഴിഞ്ഞാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ 2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2010 ഇതിനു മുമ്പ് 25 കൊല്ലങ്ങൾക്കിടയിൽ കോൺഗ്രസ് ആകെ ജയിച്ചിട്ടുള്ളത്. 2001 100 സീറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ പറയുന്ന ആകെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 1 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 6-8 മാസം മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളിലും വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു. 90 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ മേൽക്കൈ കോൺഗ്രസിനുണ്ടായിരുന്നു. ആ കോൺഗ്രസിനുണ്ടായിരുന്നത് കൊണ്ടാണ്, മുസ്ലിം ലീഗിനുണ്ടായിരുന്നതുകൊണ്ടാണ്, UDF ഉണ്ടായിരുന്നതുകൊണ്ടാണ് 2011 അധികാരത്തിലേക്ക് വന്നത്. പക്ഷെ അപ്പം പോലും 2011 അധികാരത്തിലേക്ക് ഒരു 72 സീറ്റ് കിട്ടിയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതുപോലും ആ ടെമ്പോ നിലനിർത്താൻ കോൺഗ്രസിന് പറ്റിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ വലിയ സൂചനയാണ്. ആ സൂചന നൽകുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായി എന്ന് കാണിക്കാൻ കഴിയില്ലെങ്കിൽ വലിയ ഡാമേജ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ 3000 കഴിഞ്ഞ തവണ എത്ര 1500 നിന്ന് ഒറ്റടിക്ക് എത്രയാണ് ഷിബിലി? 3000 അല്ലേ BJP ആക്കിയേക്കണേ അല്ലേ? ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മെമ്പർമാരുടെ എണ്ണം BJP എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ രീതിയിൽ കൂട്ടിയിട്ട് വലിയ 1500 എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് അടുത്ത 3000 ആക്കുമ്പോൾ ആരുടെയാണ് കുറയാൻ പോണത്? UDF ആയിരിക്കും കുറയാൻ പോണത്. CPMന്റെ കുറയില്ല. അതാ CPM ഉദാഹരണത്തിന് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, തൃശ്ശൂർ കോർപ്പറേഷൻ, ഇത്തരം ഈ പറഞ്ഞ പോലെ പോട്ടെ കോഴിക്കോട് കോർപ്പറേഷൻ, ഇത്തരം മേഖലകളിലൊക്കെ തന്നെ സാധ്യതകൾ ആർക്കാണ്? ഇത് കൂടിയാൽ കുറയാൻ സാധ്യതയുള്ളത് ആർക്കാണ്? കോൺഗ്രസിനാണ്. അപ്പോൾ കോൺഗ്രസിന് അത് കുറയുന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറലി അത് വലിയ തോതിലുള്ളൊരു മേൽക്കൈ ആർക്കുണ്ടാക്കും? ഇനി സീറ്റ് കുറയുന്നു എന്ന് മാത്രമല്ലല്ലോ, ചില സ്ഥലങ്ങളിൽ BJP ഒരു 50 സീറ്റ് കൂടുതൽ പിടിക്കുമ്പോൾ ജയിക്കുന്നത് CPM ആയിരിക്കും. 50 വോട്ട് കൂടുതൽ പിടിക്കുമ്പോൾ ജയിക്കുന്നത് CPM. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ സംഭവിക്കാം. പാലക്കാടും പന്തളവുമാണ് ഇപ്പോൾ അവർ ഭരിക്കുന്നത്. അവർ അത് തന്നെ നിലനിർത്തുമെന്നറിയില്ല. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ അവർ മേൽക്കൈ ഉണ്ടാക്കിയാൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയാൽ പോലും അത് വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് കോൺഗ്രസിനൊരു പുനഃസംഘടന വളരെ വളരെ അനിവാര്യമാണ്. കോൺഗ്രസിൻ്റെ ഈ പറയുന്ന കൃത്യമായിട്ട് സ്ഥാനമാനങ്ങൾ വിഭജിച്ചുകൊണ്ട് കൃത്യമായിട്ട് നല്ല കൈപ്പബിൾ ആയിട്ടുള്ള ആളുകളെ എടുത്ത് കീ പോസ്റ്റുകളിൽ വെക്കണം. കാരണം ഏതൊരു കമ്പനിയും വിജയിക്കാനുള്ളത് കീ പോസ്റ്റുകളിൽ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ. മനസ്സിലായോ? നിങ്ങൾ CEO ആയിട്ടൊരു മോശപ്പെട്ട ആളെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല?
TCSന്റെയും അതുപോലെ മെക്കൻസിയുടെയും ഒക്കെ കമ്പനികളിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ TCSന്റെ ഇന്ത്യൻ ഹെഡിന് കഴിഞ്ഞ തവണ ബോണസ് കൊടുത്തേക്കുന്നത് മാത്രം 15 കോടി രൂപയാണ്, ബോണസ് മാത്രം. നമുക്കറിയാം സുന്ദർ രാജൻ പിച്ചയ്ക്ക് ഒരു കൊല്ലം കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് 2485 കോടി രൂപയാണ്. മനസ്സിലായി? ഏതാണ്ട് ഒരു 10, 100, 150, 200 കോടി രൂപ വരും ഒരു മാസം. ഒരു മിനിറ്റിൽ 12 ലക്ഷം രൂപ വരും. അപ്പൊ ഇത്രയും കൊടുത്ത് മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ വെച്ചാലേ നടക്കുള്ളൂ എന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സുന്ദർ പിച്ചെ ഈ ഗൂഗിൾ വിട്ടിട്ട് നേരെ ട്വിറ്ററിലേക്ക് പോകാൻ പോയതാണ് ആ സമയത്ത്. അന്നേരമാണ് പുള്ളി എന്ത് ചെയ്തത്, അതിന്റെ ഓണർക്ക് മനസ്സിലായത് പണ്ടത്തിലാണ്. ഓണർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് പുള്ളി വേറൊരു ആൽഫബറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി അതിന്റെ ചെയർമാനായിട്ട് ഈ CEO പോസ്റ്റ് പുള്ളിയൊക്കെ ഒഴിഞ്ഞിട്ട് അത് ആർക്ക് കൊടുത്തു? സുന്ദർ പിച്ചയ്ക്ക് കൊടുത്തു. ലോകത്തിലെ എല്ലാവരും ചെയ്ത് പണിയതാണ്. ഈ പൊളിറ്റിക്സിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ DK ശിവകുമാറിനെ കർണാടക ഏൽപ്പിച്ചുകൊണ്ടാണ് അത് കിട്ടിയത്. BJPക്ക് അങ്ങനെ ഒരു നേതാവ് അവിടെ ഇല്ലാത്തതും അത്തരത്തിൽ ലോയലായിട്ടുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ BJP ആണെന്ന് പറയാൻ പറ്റില്ല. കർണാടകയിലെ വേറൊരു പാർട്ടിയാണ്. BJPക്ക് സെൻട്രൽ ലീഡർഷിപ്പിന് വലിയ കൺട്രോളൊന്നും അതിൻ്റെ പുറത്ത് ഇല്ല. അപ്പൊ അതുപോലെയുള്ള ആളുകളാ. ഹിമന്ത ബിശ്വ ശർമ്മേനെ എന്തുകൊണ്ടാണ് ആസാമിലേക്ക് എടുത്തു വെച്ചത്? കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പൊ ഇത്തരത്തില് മര്യാദക്കുള്ള ആളുകളെയൊക്കെ തന്നെ, ജ്യോതിരാദിത്യ സിന്ധ്യ എങ്ങനെയാണ്? അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ BJP എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോക്കലിയും ഇതുപോലെ തന്നെയുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാതിരിക്കണ്ട. ലോക്കലി ഈ പറയുന്ന പോലെ ഒരു 6000-8000-ഓളം വരുന്ന വാർഡുകളിൽ BJP ഇതേ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കും. ഇതിനെ തടയാനായിട്ട് 3-4 വൈസ് പ്രസിഡന്റുമാർ മാത്രം ഉണ്ടെങ്കിൽ നടക്കൂ. ഭാഗ്യത്തിന് DCCകൾ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഒരു ദിശാബോധവും കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പുനഃസംഘടന ആരെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അത് വലിയ കഷ്ടമാണ്. പുനഃസംഘടിപ്പിക്കണം. ഒന്ന് KPCC പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആളുകളുടെ ഒപ്പം കൂടുതൽ ആളുകൾ വെച്ചാൽ മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നോക്കണം എത്രയും പെട്ടെന്ന്. ഇനി അടുത്ത 6 മാസം സമരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാവണം. എങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വേണം.